ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് സെഡ് അല്ല സി ആണ്. എത്ര പേർക്ക് ഇവിടെ അറിയായിരുന്നു? ഈ അമേരിക്കയിലെത്തി പറഞ്ഞവരെ എനിക്കറിയാൻ പാടുണ്ടായില്ലേ ഈ കാര്യം. അപ്പൊ നമ്മളെന്തൊന്നും പഠിപ്പിക്കാഞ്ഞ്? എൻ്റെ അപ്പം വെറുതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടു. പ്രീ കെ ജിയും എൽ പിയും യു പിയും ഹയർ സെക്കൻഡറിയും കോളേജും വരെ കഴിഞ്ഞിട്ടും ഈ ഒരു കാര്യം ഒരാൾ പോലും പറഞ്ഞില്ല. സെഡ് ഫോർ സീബ്ര എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു പഠിച്ചു. ചിലടത്ത് ഇസഡ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നീ വേറെ വല്ല സിലബസിൽ മാറ്റി പഠിപ്പിക്കണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ ഹലോ, അങ്ങനെയാണെങ്കിൽ ഇതായിക്കോട്ടെ അടുത്ത കാര്യത്തിൽ. ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ റെസ്യൂമി ഡ്രോപ്പ് ചെയ്യാൻ പോവാം. അതിൻ്റെ ഒരുക്കാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ടോട്ടലി ഞാൻ 5 ഡേയ്സാണ് ചെയ്യുന്നത്. ഒരു 2 ഡേയ്സും കൂടി എക്സ്ട്രാ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻറ്റേൺഷിപ്പ് എനിക്ക് പെട്ടെന്ന് തീർക്കാം. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റൽസിലൊക്കെ എങ്ങനെ കയറി ചെന്ന് റെസ്യൂമി ഡ്രോപ്പ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. പോയി നോക്കാന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നേ പിന്നെ അങ്ങനെ നാണമൊന്നുമില്ല. ഇവിടെ വേണേൽ എന്ത് വേണേൽ ഞാൻ ഇപ്പോൾ പോയി ചെയ്യും. ഉള്ളത് പറഞ്ഞാൽ ഇവിടെ വന്ന ആദ്യത്തെ സമയത്തൊക്കെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പ്രൊനൗൺസിയേഷൻ വെച്ചിട്ട്. അല്ല, ഇപ്പോഴും കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ഫാർമസിയിൽ ഡ്രൈവ് ത്രൂവിൽ പേഷ്യൻസ് വരുമ്പോൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ ചോദിച്ചു. നെയിമും ലാസ്റ്റ് നെയിം എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കുക, അവർക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ ദൈവമേ ഞാൻ പല രീതിയിൽ പറഞ്ഞു നോക്കി. ഡേറ്റ് ഓഫ് ബർത്ത് ലാസ്റ്റ് വായിൽ കൈ വെച്ചിട്ട് വരെ ഞാൻ പറഞ്ഞു. എന്നിട്ടും അപ്പുറത്തിരിക്കുന്ന അപ്പാപ്പനും അമ്മാമ്മയ്ക്ക് അത് മനസ്സിലാവില്ല. അവസാനം ഞാൻ പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്ത്, യുവർ ബർത്ത്ഡേ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. അപ്പോൾ അവരിങ്ങനെ കൈ പൊക്കിയിട്ട് ഓ ജീസസ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലാലോക്കെ അതെങ്ങനെയോടെ പോയിട്ട് കളവാൻ ഞാനും പറഞ്ഞത്. പക്ഷെ ഉള്ളത് പറയാലോ, നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് പറയണതിനേക്കാൾ എളുപ്പമായിട്ട് ഇവിടെ ഇംഗ്ലീഷ് പറയാൻ. ആരും ജഡ്ജ്മെൻ്റലല്ല. നമുക്ക് സുഖമായിട്ട് നമ്മുടെ വായിൽ വരണ എന്ത് വേണേൽ പറയാം. അവരെ മനസ്സിലാക്കിച്ചെടുത്താൽ മതി. നമ്മൾ പറയണ തെറ്റി കളിയാക്കി അങ്ങനത്തെ വിഷയങ്ങളൊന്നും. സി വി ഒക്കെ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ നാട്ടിൽ ജോലി അന്വേഷിച്ച് നടന്ന് ഞാൻ ആലോചിക്കും. ഹൊറിബിൾ. എൻ്റെ ഫാമിലി കഴിഞ്ഞ സമയത്ത് ഞാൻ ആദ്യം ജോലി അന്വേഷിച്ച് നടന്ന് ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുത്തെ HR ഞാൻ പോയി എൻ്റെ CV അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഫാമിലിക്കാരില്ല, ഇവിടെ ഇങ്ങോട്ട് ഫാമിലിക്കാരോട്ട് എടുക്കണം. എന്നിട്ട് ഞാൻ തിരിഞ്ഞ് നടന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ CV എടുത്തിട്ട് പൊക്കോ, ഇതുപോലെ 100 കണക്കിന് CV ഇവിടെ ഉണ്ട്, ഇവിടെ വെക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇത് വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ചേച്ചി കീറിക്കളഞ്ഞോ എന്ന് പറഞ്ഞ് ഞാൻ പോകുന്ന ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലി കിട്ടിയത് അവസാനം. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്ന് കൊടുക്കാൻ പോയ സ്ഥലത്ത് മാന്യനായിരുന്നു. അയാൾ CV വാങ്ങിയില്ല. അയാൾ പറഞ്ഞു ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ടാൽ മതി. പക്ഷേ അയാളുടെ ഒരു വിസിറ്റിംഗ് കാർഡും കൂടി തന്നു. നമ്മൾ പറഞ്ഞു വന്നത് പ്രൊനൗൺസിയേഷൻ. ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ എഴുതിയേക്കുന്നത് കലാമിൻ ലോഷൻ അല്ല കാലമൈൻ ലോഷൻ ആണെന്നും, ഈ എഴുതിയേക്കുന്ന ഡയറി മിൽക്ക് അല്ല ഡയറി മിൽക്ക് ആണെന്നും, പിന്നെ ഇത് മാൻഡേറ്ററി അല്ല മാൻഡറ്റോറി. ഇത്രയൊക്കെ ഈ സമയം കൊണ്ട് ഞാൻ പഠിച്ചു വിട്ടാ.